മധുരതരം തിരുവേദം മനസമോദവികാസം. മധുരതരം തിരുവേദം മനസമോദവികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പുതിയ നിയമസഭ ആരംഭിച്ചു എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. ക്രിസ്തീയ സഭ ആരംഭിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആണ് എങ്കിൽ, പെന്തക്കോസ്ത് നാളിൽ ആണ് എങ്കിൽ, അതിനുശേഷവും പത്രോസ്, യോഹന്നാൻ തുടങ്ങിയ ശിഷ്യന്മാരും ആദ്യകാല വിശ്വാസികളും എന്തുകൊണ്ടാണ് യഹൂദൻ്റെ യെരുശലേമിലെ ദേവാലയത്തിലും അവരുടെ സിനഗോഗുകളിലുമൊക്കെ പോയത്? പ്രവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പത്രോസും യോഹന്നാനും 9 മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ പോയതായിട്ട് വായിക്കുന്നുണ്ട്. 2:46 ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ അവർ കൂടി വന്നു എന്ന് വായിക്കുന്നുണ്ട്. 5:12 വാക്യത്തിൽ അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ ശലോമോൻ്റെ മണ്ഡപം എന്ന് പറയുന്നത് യഹൂദൻ്റെ യെരുശലേം ദേവാലയത്തിൽ ആയിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളായിരുന്നു എങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ന് ശേഷവും അവരെ യഹൂദൻ്റെ ദേവാലയത്തിലും യഹൂദൻ്റെ സിനഗോഗുകളിലുമൊക്കെ എന്തിനു പോയി എന്നാണ് ഗേറ്റ് മിനിസ്ട്രിക്കാർ ചോദിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ ഒരു സഭയും ആരംഭിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത് യഹൂദ സഭയായിരുന്നു എന്നാണ് ഗേറ്റ് വക്താക്കളെ അവകാശപ്പെടുന്നത്. നമ്മൾ ഈ വായിച്ച ഈ വാക്യങ്ങൾ മറ്റു പല ദുരുപദേശങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈ വാക്യങ്ങളുടെ കുഴപ്പമല്ല, ഇത് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളുടെ കുഴപ്പം മാത്രമാണ്. പത്രോസും പൗലോസും 2 തരം സുവിശേഷങ്ങളാണ് പ്രസംഗിച്ചത്. അതുപോലെ യഹൂദ സഭയും ക്രിസ്തീയ സഭയുമുണ്ട്. ഇങ്ങനെ 2 തരം സഭകളുണ്ട്, 2 തരം സുവിശേഷങ്ങളുണ്ട്. അതുപോലെ ഈ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചത് എന്ന് പറയുന്നത് ചെറിയ ആട്ടിൻകൂട്ടം, ലിറ്റിൽ ഫ്ലോക്ക് എന്ന യഹൂദ സഭയാണ്. അപ്പോസ്തലപ്രവൃത്തി 13:46 പൗലോസ് അതുപോലെ ബർന്നബാസ് തുടങ്ങിയവർ ജാതികളിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് ക്രിസ്തീയ സഭ ഉണ്ടായത് എന്നൊക്കെയാണ് ഗേറ്റ് വക്താക്കൾ പഠിപ്പിക്കുന്നത്. ആ സഭക്കാർ, അതായത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച യഹൂദ സഭക്കാരാണ്, അല്ലെങ്കിൽ യഹൂദ വിശ്വാസികളാണ്. അവരാണ് ഈ പെന്തക്കോസ്ത് നാളിന് ശേഷവും യെരുശലേമിലെ ദേവാലയത്തിലും സിനഗോഗുകളിലൊക്കെ പോയത് എന്നാണ് ഗേറ്റ് മിനിസ്ട്രിക്കാർ പഠിപ്പിക്കുന്നത്. സഭയാണെങ്കിൽ, ക്രിസ്ത്യ സഭയാണെങ്കിൽ അവർ ഒരിക്കലും പിന്നീട് ദേവാലയത്തിൽ പോകുകയില്ല, സിനഗോഗിൽ പോകുകയില്ല. ദൈവവചനം വേണ്ടത്ര അറിയാത്ത സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ അജ്ഞതയെ മുതലെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗേറ്റുകാർ ചെയ്യുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ന് ശേഷവും ശിഷ്യന്മാർ എന്തിനാണ് ദേവാലയത്തിലും അതുപോലെ സിനഗോഗുകളിലൊക്കെ പോയത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ക്രിസ്തീയ സഭയുടെ ആദ്യ അംഗങ്ങൾ എന്ന് പറയുന്നത് അധികവും യഹൂദന്മാരായിരുന്നല്ലോ. സുവിശേഷം ആദ്യം കേട്ടത് യഹൂദന്മാരാണ്. ആദ്യം യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. പ്രവൃത്തി 1:8. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ സുവിശേഷ ഘോഷണം യെരുശലേമിൽ നിന്നും ആരംഭിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. 2-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 3000 പേർ രക്ഷിക്കപ്പെടുന്നത്, പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 8-ഉം 9-ഉം അധ്യായങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഗലീല, ശമരിയ, യഹൂദ്യ എന്നീ ദേശങ്ങളിൽ ക്രിസ്തീയ സഭകൾ സ്ഥാപിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് 9:31 അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി എന്നാണ് വായിക്കുന്നത്.
യഹൂദന്മാരായ യേശുവും ശിഷ്യന്മാരും യെരുശലേം ദേവാലയവുമായി അഭേദ്യമായ ബന്ധം ഉള്ളവർ ആയിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു, കൊർന്നേല്യോസിനെ പോലെ ചുരുക്കം ചില യഹൂദ മതാനുസാരികൾ ഒഴിച്ച്. അപ്പോൾ ഇവരെല്ലാം അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. യഹൂദൻ്റെ മതപരവും സാംസ്കാരികവുമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമായി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനത്താൽ പുതിയ നിയമസഭ രൂപപ്പെട്ടതിന് ശേഷവും യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഈ സഭയുടെ പുതിയ നിയമസഭയുടെ ഭാഗമായവർ യെരുശലേം ദേവാലയത്തിലും സിനഗോഗുകളിലും മറ്റും പോയിരുന്നതായിട്ട് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൊതുപ്രാർത്ഥനയ്ക്കായിട്ടും അതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായിട്ടും യഹൂദ വിശ്വാസത്തിൽ നിന്നും വേർപെട്ട ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്ന ക്രിസ്തീയുടെ സഭയുടെ ഭാഗമായി ചേർന്ന ഇവർ ഈ ദേവാലയത്തിൽ പിന്നീടും കൂടി വന്നതിനെക്കുറിച്ചാണ് അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 2:36 നമ്മൾ വായിക്കുന്നത്. അതേസമയം തന്നെ അവരെ വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്ത കാര്യവും ഇതേ വാക്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വായിക്കുന്നുണ്ട്. സഭയുടെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 2-ൽ പെന്തക്കോസ്ത് നാളിൽ ആയിരുന്നു എന്നാണ് പൊതുവെ ക്രിസ്തീയ സമൂഹം എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിന് എതിരെയുള്ള ഗേറ്റ് മിനിസ്ട്രിക്കാരുടെ പരിഹാസം, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യ സഭ പെന്തക്കോസ്ത് നാളിലാണ് ആരംഭിച്ചതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിലൊക്കെ പന്തിരുവരെ പോലെ ആരാധനയ്ക്കായി ആട്ടുകൊറ്റന്മാരും കുറുപ്രാക്കളുമായിട്ടാണോ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പോകുന്നത് എന്ന് അവരെ പരിഹസിക്കാറുണ്ട്. ഇങ്ങനെ പരിഹസിക്കുന്ന ഇവരുടെ ചിന്ത, യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന പന്തിരുവരും പെന്തക്കോസ്ത് നാളിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട 3000 പേരുമൊക്കെ മറ്റുള്ളവരും അതിനുശേഷവും യാഗങ്ങളും മറ്റും ചെയ്തു പോന്നു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പുതിയ നിയമസഭ രൂപപ്പെട്ടതിന് ശേഷം AD 70-ൽ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതുവരെയും യെരുശലേമിലെ ഈ യഹൂദ ദേവാലയത്തിൽ യാഗങ്ങളും പെരുന്നാളുകളുമൊക്കെ നടന്നിരുന്നു. അതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പുതിയ നിയമസഭ ഉണ്ടായെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 3:1 പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിൽ എന്തിനാണ് പോയത് എന്നാണ് തോമസ് ജോർജ് കൂടെ നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത് കേട്ടാൽ തോന്നും പത്രോസും യോഹന്നാനുമൊക്കെ ദൈവാലയത്തിൽ പോയത് ആട്ടുകൊറ്റനെയും പശുക്കിടാവിനെയും കുറുപ്രാവിനെയും ഒക്കെ അവിടെ കൂടെ കൂട്ടിയായിരുന്നു, യാഗം കഴിക്കാൻ വേണ്ടിയായിരുന്നു പോയത് എന്ന് തോന്നും. ക്രിസ്തുവിൽ വിശ്വസിച്ച പന്തിരുവരും മറ്റു ക്രിസ്ത്യാനികളും പെന്തക്കോസ്ത് നാളിന് ശേഷവും യഹൂദൻ്റെ യാഗങ്ങളും പരിച്ഛേദനയും നേർച്ചകാഴ്ചകളും പെരുന്നാളുകളും അങ്ങനെ തന്നെ തുടർന്നു പോന്നു എന്നാണ് ഈ കൂട്ടരെ പറയുന്നത്. ഇത് ശുദ്ധ അബദ്ധമാണ്, വചനവിരുദ്ധമായ ഒരു ഉപദേശമാണ്, ചിന്തയാണ്. യഹൂദന്മാരായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആദിമ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം ആൾക്കാർ. അവർ വാഗ്ദത്ത മശിയെ പ്രതീക്ഷിച്ചിരുന്നവരായിരുന്നു. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി യാഗമാകുവാൻ വന്ന ദൈവകുഞ്ഞാടാണ് യേശു എന്ന സത്യം അവരുടെ ആദ്യ ഗുരുവായ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞുവെങ്കിലും അവർക്ക് അതങ്ങനെ തന്നെ വിശ്വസിക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുമായിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 26:28 മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 10:45, മത്തായി 26:28 ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:28. മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഞാൻ മരിക്കും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു.
മൂന്നാം നാൾ ഉയർക്കുമെന്നും കർത്താവ് ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നാൽ നമ്മൾ വായിക്കുന്നത് മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ 32 വായിക്കുന്നത്, അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ മരണം, പുനരുദ്ധാനം ഇതൊന്നും ഈ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ ഗ്രഹിച്ചില്ല. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ആ വാക്കുകൾ അവർ ഗ്രഹിച്ചില്ല. മർക്കോസ് സുവിശേഷം 9:32. എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നപ്പോൾ, അല്ലെങ്കിൽ വരുമ്പോൾ, ശിഷ്യന്മാരുടെ അറിവിൽ വരുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് യേശു പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളെ, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ 14:25-26. അതുപോലെ 16-13 വാക്യം, യോഹന്നാൻ 16-13 വാക്യത്തിൽ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു. 16-13 വാക്യം യോഹന്നാൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരുടെ, അതായത് ശിഷ്യന്മാരുടെ അറിവിൻ്റെ അതിർവരമ്പുകൾ മാറുക മാത്രമല്ല, അവരുടെ ഭയം നീങ്ങുന്ന, അവരുടെ വലിയ ഭയപ്പാടുകൾ നീങ്ങുന്ന കാര്യം കൂടി കർത്താവ് പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും, യഹൂദയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പ്രവൃത്തി 1:8 വാക്യം. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ശിഷ്യന്മാരെ സമൂലമായി മാറ്റിയുണ്ടായി. സുവിശേഷങ്ങളിൽ നമ്മൾ ശിഷ്യന്മാരിൽ കാണുന്ന ആ സംശയം, ഭയം, ഇതെല്ലാം അവരിൽ നിന്ന് നീങ്ങിപ്പോയി. പെന്തക്കോസ്ത് ദിവസത്തെ പത്രോസിൻ്റെ ആ ഒരൊറ്റ പ്രസംഗം ശ്രദ്ധിച്ചാൽ ശിഷ്യന്മാരിൽ വന്ന വലിയ മാറ്റം ആർക്കും ബോധ്യമാകും. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ അവരെ രൂപാന്തരപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവും പുനരുദ്ധാനവും അവർ പ്രഘോഷിച്ചു. പത്രോസിൻ്റെ പ്രസംഗത്തിലെ പ്രധാന പ്രമേയം യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം, യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്, യേശുക്രിസ്തുവിനാലുള്ള വീണ്ടും ആത്മരക്ഷ എന്നീ വിഷയങ്ങളാണ്. പ്രവർത്തന പുസ്തകം 4-12 വാക്യം വായിക്കുമ്പോൾ അവിടെ പത്രോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇതേ കാര്യം തന്നെ പത്രോസ് പിന്നീട് എഴുതിയത് തൻ്റെ ലേഖനത്തിൽ എഴുതി ഇങ്ങനെയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളെ. അതുമാത്രമല്ല, പത്രോസ് ഇതേ കാര്യം തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, എന്താണ് ക്രൂശുമരണത്തിലൂടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൻ്റെ നേട്ടം എന്താണ്, നന്മ എന്താണ്, അത് പത്രോസ് പറയുന്നുണ്ട്. നമ്മൾ വായിക്കുന്നു 1 പത്രോസ് 3-18 വാക്യം, ക്രിസ്തു നമ്മെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പത്രോസ് ഈ വാക്യങ്ങളിലെല്ലാം വ്യക്തമാക്കുന്നത്. ഇത്രയധികം സത്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണത്തെക്കുറിച്ച് പത്രോസ് മനസ്സിലാക്കി എന്ന് നമുക്കിത് വ്യക്തമായി അറിയാൻ സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ സത്യം പത്രോസിന് വ്യക്തമായത്, ബോധ്യമായത് അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷമൊന്നുമല്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു എന്ന് ഈ വാക്യങ്ങളിലും മറ്റ് അനേകം വാക്യങ്ങളിലും പറഞ്ഞ ഇതേ പത്രോസ്
പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ ആ 3-ാം അധ്യായത്തിൽ യെരൂശലേം ദേവാലയത്തിൽ പാപപരിഹാരത്തിനായി പിന്നെയും ആട്ടിൻകുട്ടിയെയും കുറുപ്രാവിനെയും ചുമന്നുകൊണ്ട് പോയെന്ന് ഗേറ്റുകാരല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ പുതിയ നിയമസഭ ആരംഭിക്കപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തലനായ യോഹന്നാനും പത്രോസിനെ പോലെ തന്നെ പത്രോസിൻ്റെ കൂടെ യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾക്ക് വേണ്ടി പോയി എന്ന് ഈ ഗേറ്റുകാരല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? എത്ര മൗഢ്യമായ കാര്യമാണ്. പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണം എന്തിനാണെന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെ യേശുക്രിസ്തു മരിച്ചത്, ക്രിസ്തുവിൻ്റെ മരണം എന്തിനു വേണ്ടിയാണ് എന്ന് യോഹന്നാനും പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യങ്ങൾ ഒന്നും, അതായത് യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളോ പത്രോസ് പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഇവർ വായിച്ചിട്ടില്ല. കാരണം പത്രോസിൻ്റെ ലേഖനങ്ങളും അതുപോലെ യോഹന്നാൻ്റെ ലേഖനങ്ങളും ഒക്കെ ക്രിസ്ത്യ സഭയ്ക്കുള്ളതല്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതൊക്കെ യഹൂദനുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ ഇത് വായിക്കേണ്ട, അവർക്കുള്ളതല്ല എന്നാണ് ഗേറ്റുകാരെ അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസ് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ വായിക്കുന്നു യോഹന്നാൻ 1:29, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞത് ഇത് തന്നെയല്ലേ? നമ്മൾ വായിക്കുന്നു എബ്രായലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല 10-ന്റെ 18-ാമത്തെ വാക്യം, എബ്രായർ 10:18, ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സകല മനുഷ്യൻ്റെയും പാപപരിഹാരത്തിനായിരുന്നു എന്ന് അറിയാമായിരുന്ന പത്രോസും യോഹന്നാനുമൊക്കെ പെന്തക്കോസ്ത് നാളിന് ശേഷവും ആട്ടിൻകുട്ടിയെയും കുറുപ്രാവിനെയും ഒക്കെ എടുത്ത് യാഗമർപ്പിക്കാൻ വേണ്ടി യെരൂശലേമിലെ ദേവാലയത്തിൽ പോയി എന്ന് ഈ ഗേറ്റുകാരല്ലാതെ ലോകത്തിൽ മറ്റൊരു കൂട്ടരും പറയില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭ ആരംഭിച്ചതിന് ശേഷവും പന്തിരുവർക്ക് യെരൂശലേമിലെ ദേവാലയവുമായി ബന്ധമുണ്ടായിരുന്നു. അത് വാസ്തവമാണ്. യഹൂദനും അവൻ്റെ ദേവാലയവും തമ്മിലുള്ള ബന്ധം ഇന്ന് തുടങ്ങിയതല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. അവരുടെ ഗുരുവും ഇതേ ദേവാലയത്തിൽ എത്രയോ വട്ടം പോയിരിക്കുന്നു. ഈ ദേവാലയത്തിൽ പഴയ നിയമ തിരുവെഴുത്തുകൾ വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും ആദിമ ക്രിസ്ത്യാനികൾ പോകുമായിരുന്നു. അതുമാത്രമല്ല, യഹൂദന്മാരെന്നുള്ള ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുന്നതുവരെയും ആദിമ ക്രിസ്ത്യാനികൾ, പന്തിരുവർ ഉൾപ്പെട്ട യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെട്ട ആ ആദിമ ക്രിസ്ത്യാനികൾ ഈ ദേവാലയവുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. അതേസമയം തന്നെ അവർ വീടുകളിൽ കൂടി വന്നിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. AD 70 യെരൂശലേം നാശം വരെയും ഈ അവസ്ഥ തുടർന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ കാലം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷണൽ പീരീഡാണ്, അതായത് ഒരു പരിവർത്തന കാലമാണ്. അത് ആ സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. സഭയെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ ഒന്നൊന്നായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എല്ലാ സത്യങ്ങളും, സഭയെ സംബന്ധിച്ച എല്ലാ സത്യങ്ങളും ഒരുമിച്ച് ലഭിച്ചിരുന്നില്ല. പുതിയ നിയമത്തിലെ ഒരു ലേഖനം പോലും പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെട്ടത് എന്നുള്ള വസ്തുത സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലന്മാരുടെയും മറ്റും വാമൊഴിയായി ലഭിച്ച വചന സത്യങ്ങളായിരുന്നു ആദിമ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ആദിമ ക്രിസ്തീയ വിശ്വാസികളുടെ വഴികാട്ടി എന്ന് പറയുന്നത്. പുതിയ പുതിയ സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ പടിപടിയായി നടത്തുകയായിരുന്നു. ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ് പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ സംഭവം. പത്രോസിനും കൊർന്നല്യോസിനും ഒരേ സമയത്തുണ്ടായ ദർശനം. തുപ്പട്ടിയെക്കുറിച്ചുള്ള പത്രോസിൻ്റെ ആ ദർശനം പത്രോസിനെ ദൈവം നൽകിയില്ലായിരുന്നെങ്കിൽ യഹൂദനായ പത്രോസ് പുറജാതിക്കാരനായ ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭവനത്തിൽ പോകുമായിരുന്നു. അത് മനസ്സിലാക്കാൻ 10-ാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം 10-11 വിശദമായിട്ട് ഗേറ്റുകാർ വായിച്ചു നോക്കുക. കാരണം യഹൂദന് മാത്രമുള്ളതാണ് രക്ഷ എന്നാണ് യഹൂദ പശ്ചാത്തലമുള്ള ഈ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ വിശ്വാസം.
ദൈവാലയത്തിൽ മാത്രമല്ല, യഹൂദൻ്റെ സിനഗോഗുകളിലും ആദ്യകാല ക്രിസ്ത്യാനികൾ കൂടി വന്നിരുന്നു. അവർ അപ്പം മുറിക്കൽ അഥവാ കത്തുമേശ അവരുടെ വീടുകളിലായിരുന്നു പൊതുവെ നടത്തിയിരുന്നത്. നമ്മളത് വായിക്കുന്നുണ്ട് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിലും 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലും. ഈ പന്തിരുവർ ദൈവാലയത്തിൽ പോയത് ഗേറ്റുകാർ പറയുന്ന പോലെ യാഗമർപ്പിക്കാനല്ല. നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പുസ്തകം 5:12 അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോൻ്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പോസ്തലന്മാർ ദൈവാലയത്തിൽ പുലർച്ചയ്ക്ക് ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്ന് പ്രവൃത്തി ദിവസം 5:21 നമ്മൾ വായിക്കുന്നുണ്ട്. 5:42 അപ്പോസ്തല പ്രവൃത്തി 5:42 പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുകൾ തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തീയ സഭയുടെ ആരംഭം പൗലൂസിലൂടെയാണെന്നും ആദ്യത്തെ ക്രിസ്ത്യാനി പൗലൂസ് ആണെന്നുമൊക്കെയാണല്ലോ ഈ ഗേറ്റുകാരുടെ ഉപദേശം അല്ലെങ്കിൽ വ്യാഖ്യാനം. പത്രോസിനെയും യോഹന്നാനെയും പോലെ പൗലൂസും ഒരു യഹൂദനായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനിയായ ശേഷം അല്ലെങ്കിൽ ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം പൗലൂസ് യഹൂദൻ്റെ ദേവാലയത്തിലും യഹൂദൻ്റെ സിനഗോഗുകളിലൊക്കെ പോയിരുന്നോ? തീർച്ചയായും ധാരാളം പരാമർശമുണ്ട്. പൗലൂസും യഹൂദൻ്റെ ദേവാലയത്തിൽ പോയാൽ അതുകൊണ്ട് ഗേറ്റുകാർക്ക് ഒരു കുഴപ്പമില്ല. പത്രോസും യോഹന്നാനും പോകുന്നതാണ് ഗേറ്റുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് ഗേറ്റുകാർ പറയുന്ന, ബൈബിൾ പറയുന്നതല്ല, ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് ഗേറ്റുകാർ പറയുന്ന അപ്പോസ്തലനായ പൗലൂസ് പോലും ക്രിസ്ത്യാനിയായതിനു ശേഷം യഹൂദൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച കാര്യം ഇവർക്കിതുവരെ അറിയില്ല. പ്രവൃത്തിയുടെ പുസ്തകം 22:17 വാക്യം പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയുണ്ടായി അവനെ കണ്ടു. 22:17 വാക്യം. ഇത് മാത്രമല്ല, ശബത്ത് ദിവസങ്ങളിൽ യഹൂദന്മാരുടെ വിവിധ സിനഗോഗുകളുടെ നിത്യ സന്ദർശകനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ശബത്ത് ആചരിക്കാൻ വേണ്ടിയോ യാഗമർപ്പിക്കാൻ വേണ്ടിയോ ഒന്നും അല്ല പൗലോസ് ദേവാലയത്തിലും സിനഗോഗിലും പോയത്. പൗലോസ് യഹൂദൻ്റെ പള്ളിയിലാണ് പോയത് എന്നുള്ള കാര്യം ഓർക്കണം. നമ്മൾ വായിക്കുന്നുണ്ട്, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു എന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം 13:45 വായിക്കുന്നത്. ശബ്ബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു എന്ന് 18:4 വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ചും സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുവെന്ന് 19:8 നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ്, പൗലോസ്, യോഹന്നാൻ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ യെരുശലേമിലെ ദൈവാലയം. അവരൊക്കെ യഹൂദന്മാരായിരുന്നു. പുതിയ നിയമസഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സുവിശേഷം പ്രസംഗിക്കുന്നതിനുമൊക്കെ ആയിട്ട് പൗലോസും പത്രോസും യോഹന്നാനുമൊക്കെ ഈ യഹൂദന്മാരുടെ ദേവാലയത്തിലും അവരുടെ സിനഗോഗിലൊക്കെ പോയിരുന്നു. പൗലോസ് സുവിശേഷം അറിയിപ്പാൻ വേണ്ടി എവിടെ പോയാലും അവിടെയെല്ലാം ചെല്ലുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് സിനഗോഗ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളെ പ്രവർത്തന ദിവസത്തിൽ പല ഭാഗത്തും അത് വായിക്കുന്നുണ്ട്. എന്തിനായിരുന്നു പൗലോസ് അവിടെ ചെന്ന് സിനഗോഗ ഉണ്ടോ എന്ന് അന്വേഷിച്ചത്? യഹൂദനെ പോലെ അവിടെ ആരാധിക്കാനാണോ? അല്ല, യഹൂദന്മാരോടും സുവിശേഷം അറിയിക്കുക അത്രമാത്രമായിരുന്നു. പന്തിരുവർ പോയാൽ, അതായത് യോഹന്നാനും പത്രോസും അവരെ യഹൂദൻ്റെ ദേവാലയത്തിൽ പോയാൽ, സിനഗോഗിൽ പോയാൽ അത് വലിയ കുഴപ്പമാണ്. കാരണം അവർ യാഗം അർപ്പിക്കാൻ പോയതാണെന്ന് പറയും. അവർ ആടും അതുപോലെ തന്നെ കുറുപ്രാക്കളുമായിട്ട് യാഗമർപ്പിക്കാൻ വേണ്ടി പോയതാണ്. അവർ പരിച്ഛേദന കഴിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ ഒരു സഭയും ഉണ്ടായിട്ടില്ല. പൗലോസ് പോയാൽ അവർക്കൊരു കുഴപ്പമില്ല. ഈ പത്രോസിനോടും അതുപോലെ യോഹന്നാനോടും എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം? പൗലോസും പത്രോസും യോഹന്നാനും ഇവരെല്ലാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ പരിശുദ്ധാത്മാ സ്നാനത്തോടെ രൂപീകരിച്ച അല്ലെങ്കിൽ രൂപപ്പെട്ട പുതിയ നിയമസഭയുടെ ഭാഗമായിരുന്നു, അംഗങ്ങളായിരുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. പെന്തക്കോസ്ത് നാളിന് ശേഷവും പുതിയ നിയമസഭ രൂപപ്പെട്ടതിന് ശേഷവും സഭയുടെ ആരംഭത്തിന് ശേഷവും യഹൂദന്മാരായിരുന്ന ആദിമ ക്രിസ്തീയ വിശ്വാസികൾ അവിടെ മുൻ ദേവാലയമായിരുന്ന യെരുശലേം ദേവാലയത്തിൽ പോയിട്ടുണ്ട്.
സിനഗോഗുകളിൽ പോയിട്ടുണ്ട്. അതൊരു യഹൂദനെ പോലെ ആരാധിക്കാനോ യാഗമർപ്പിക്കാനോ അല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അവർ പ്രാർത്ഥിക്കുവാനും അതുമാത്രമല്ല അവരറിഞ്ഞ സത്യം അവരുടെ സമശിഷ്ടങ്ങളോടെ അവരുടെ സഹോദരങ്ങളായ യഹൂദന്മാരുടെ പ്രഘോഷിക്കുവാനും വേണ്ടി കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നു. സഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാളിൽ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാന രീതികളെ അവരെ ഈ ഗേറ്റുകാർ പിന്തുടരുന്നത്. ഗേറ്റുകാരുടെ മറ്റൊരു തെറ്റായ ഉപദേശത്തിൻ്റെ നിരൂപണവുമായി മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനമാണ് എങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാന്യമായ കമൻറ്റുകൾ നിങ്ങളെ ഇടുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.